ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ റാഗി വെച്ചിട്ടൊരു നെയ്യപ്പം ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. റാഗി പ്രത്യേകിച്ച് കുതിർത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഗ്രൈൻഡറിലോ മിക്സിയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു കിട്ടണം. അത് തൊലിയൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടിയാൽ മതി. അപ്പോൾ ഈ പരുവത്തിലാണ് നമ്മൾ അത് അരച്ചെടുക്കേണ്ടത്. വെള്ളമൊന്നും അധികം ചേർത്ത് അരക്കരുത്. അരക്കുമ്പോഴേക്ക് വെള്ളം കൂടിപ്പോയാൽ പിന്നെ നെയ്യപ്പം ശരിയാവില്ല. അപ്പോൾ ഞാനിവിടെ അരച്ച് വെള്ളം ചേർക്കുന്നതിന് പകരം ശർക്കര പാനിയാക്കിയിട്ട് അത് വെള്ളത്തിന് പകരം അതാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ പ്രത്യേകിച്ച് വെള്ളം കൂടിപ്പോകുമൊന്നുമില്ല. അങ്ങനെ ചെയ്താൽ എളുപ്പത്തിൽ നമുക്ക് മാവ് കറക്റ്റ് പാകത്തിൽ കിട്ടും. ഈ പരുവത്തിൽ വേണം നമുക്ക് മാവ് കലക്കിയെടുക്കാൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ ശരിക്കുള്ള പാകം. അപ്പോൾ നെയ്യപ്പം ചിലർക്കൊക്കെ ശരിയാവുന്നില്ല, ഷേപ്പ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെയ്യപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴിയുള്ള പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ അപ്പച്ചട്ടിയും വേറൊരു ഫ്രൈയിങ് പാനും എടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പച്ചട്ടിയിൽ ഓരോന്നായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്ത് അത് പൊങ്ങി വരുമ്പോഴേക്ക് ഞാൻ ഫ്രൈയിങ് പാനിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ആകുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ നല്ല റൗണ്ടിലുള്ള നെയ്യപ്പം കിട്ടും. ഇങ്ങനെ പൊങ്ങി വരുമ്പോഴേക്ക് നമ്മൾ അരിപ്പ കയ്യിൽ ഉപയോഗിച്ച് മറ്റേ ഫ്രൈയിങ് പാനിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നും നമ്മൾ ചുട്ട് എടുക്കണം. കരിഞ്ഞൊന്നും പോകരുത്. ഇത് കറുത്ത കളറായിട്ടാണ് കാണുക. കരിഞ്ഞ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഉണ്ടാക്കണം. ലക്ഷദ്വീപിൽ ഇതിന് ബീംബി എന്നാണ് പറയുന്നത്. റാഗി പറയുന്നത് ബീംബി എന്നാണ്. ബീംബി അപ്പം എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ റാഗി, പഞ്ഞപ്പുല്ല് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുക്കുക. നല്ല ടേസ്റ്റിയാണ്. ബീംബി ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. പക്ഷേ നെയ്യിൽ വെളിച്ചെണ്ണയിലൊക്കെ ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോകും. എന്നാലും മൈദ വെച്ചുണ്ടാക്കുന്നേക്കാളും ഈ നെയ്യപ്പം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇങ്ങനെ ചെയ്തു നോക്കാം. നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. ശർക്കര വെച്ച് മാത്രമാണ് ഞാനിതിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഈ അപ്പം നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ അറിയിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്നെ അറിയിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല. മുട്ടയോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അരക്കുമ്പോൾ 2-3 ഏലക്ക ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഇതാണ്, ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റാണ് കണ്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല മധുരവും ഉണ്ട്, നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ വരെയുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.